എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനൽ ആയിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. മകീരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകീരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Devil energy, Queen of Pentacles, Nine of Cups, Queen of Wands, Ace of Cups and Nine of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഡെവിൾ എനർജിയാണ്. സോ ഈ ഒരു മാസം അനാവശ്യമായിട്ടുള്ള, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെന്നപ്പെടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇവിടെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവരൊക്കെ അവരെ ഓരോ സൗഹൃദങ്ങളാവാം, ചിലപ്പോൾ സുഹൃത്ത് ബന്ധങ്ങൾ വഴിയോലും മറ്റ് വഴികളിലൂടെ, അല്ലെങ്കിൽ അവർ സ്വയം അവരുടെ പ്രായത്തിൻ്റെ, അതായത് ഒരു ടീനേജിലേക്കൊക്കെ മാറുന്ന ഒരു പ്യൂബർട്ടി സ്റ്റേജിലേക്കൊക്കെ വരുന്ന സമയമായിരിക്കും. അപ്പോൾ അവരുടെ ചിന്തകൾക്കൊക്കെ മാറ്റം ഉണ്ടാകും, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകുമ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങളും ഒരു അൺഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യപരമല്ലാത്ത ബന്ധങ്ങളിലേക്കൊക്കെ പോകാം, അല്ലെങ്കിൽ സ്വഭാവങ്ങൾ, ദുശീലങ്ങളിലേക്കൊക്കെ കടക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു കുറ്റാരോപണമോ ആ രീതിയിലേക്ക് പോകാതെ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കി മറ്റു കാര്യങ്ങൾ, അഡിക്ഷൻസ്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതാവാം, അതുപോലെ എന്ത് തരത്തിലുള്ള ഇതിലേക്കും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മൊബൈൽ, ടി വി അതുപോലുള്ള കാര്യങ്ങൾ, വീഡിയോ ഗെയിംസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പരിധി വയ്ക്കുക. ചെറിയ കുട്ടികളുള്ളവരാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ശീലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളവരാണെങ്കിൽ അതും പ്രത്യേകം ശ്രദ്ധിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി തന്നെയാണ്. മാനിപ്പുലേഷൻ സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റുള്ളവർ അവരുടെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ പ്രത്യേകം ആയിട്ട് പറയുകയാണെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിലാണ് ഇൻവെസ്റ്റ് എവിടെ എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തവരും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങൾ മറ്റ് വഴികളിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്ത, അല്ലെങ്കിൽ പണം ഇരട്ടിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെന്ന് പെടാതിരിക്കുക. നിങ്ങൾക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കമ്പനിയോ അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത ഇങ്ങനെയുള്ള വഴികളിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവർ ആ ഒരു രീതിയിലേക്കൊന്നും ഇൻവെസ്റ്റ്മെൻറ്റിലേക്കൊന്നും പോകാതിരിക്കുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളൊരു കാര്യം. നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ മറ്റുള്ളവർക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ സാധാരണ ആലോചിക്കുന്നതിൻ്റെ ഇരട്ടി ആലോചിച്ചിട്ട് വേണം എന്തിലേക്കെങ്കിലും പോകാൻ, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒത്തിരി സാധ്യതകളുള്ളൊരു സമയമാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റിയ സമയമാണ്. അതേസമയം തന്നെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൽ പെട്ടുപോകാതെയും ഇരിക്കുക, എവിടെ എങ്ങനെ എന്നുള്ളത് നോക്കാം. അപ്പോൾ ശ്രദ്ധിച്ചു ചെയ്താൽ ജീവിതത്തിൽ ഒത്തിരി വിജയങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ്. പിന്നെ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് പുതിയ ജോലി ലഭിക്കുന്ന ഒരു സമയമാണ്. മെറ്റീരിയൽ വെൽത്ത് അബണ്ടൻസ് ലൈഫിലുണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു സെൽഫ് മെയ്ഡ് ക്വീൻ എനർജിയാണ്. അപ്പോൾ ക്വീൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വളരെ നല്ല സാധ്യതകൾ ജോലി സംബന്ധമായിട്ട്, കരിയർ സംബന്ധമായിട്ട് കാണിക്കുന്ന ഒരു സമയമാണ്. സേഫായിട്ട് ഒരു ഫീലിംഗ് തോന്നാം. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ സേഫ് ഫീലിംഗ് വരുമ്പോൾ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ വളരെ സേഫായി സെക്യൂറായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ കുഴിയിൽ ചെന്ന് തേടാം. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായതുകൊണ്ട് മാത്രം ധൃതി പിടിച്ചൊന്നും തീരുമാനിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്ന ഒരു ആവശ്യത്തിൽ കവിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി കെയർ എടുക്കുക, മറ്റുള്ളവരെ സഹായം, വളരെ ദാനശീലരായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സഹായം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. മറ്റുള്ളവരെ സംരക്ഷിക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കാം. ഫാമിലിയിലുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞുള്ള കെയർ, ഭയങ്കര പോസസീവ്നെസ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങളോട് ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും. പിന്നെ ഈ കാരുണ്യം, ഇങ്ങനെയുള്ള വികാരങ്ങൾ കൂടുതലായിരിക്കും. പക്ഷേ പലപ്പോഴും നിങ്ങളെ അതുകൊണ്ട് തന്നെ ആളുകൾ മുതലെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു, അല്ലെങ്കിൽ ചാരിറ്റി സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവർക്കാണോ അത് പോകുന്നത് എന്നുള്ളത് കൂടി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ,
നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് കപ്സ് എനർജിയാണ്. 9 ഓഫ് കപ്സ് എനർജി കണക്ഷൻ സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും നേടിയെടുക്കുന്ന സമയമാണ്. കാരണം ഇത് എന്താണ് വിഷ് കാർഡാണ്. അതായത് എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങൾ അടുത്തിടയ്ക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ സഫലമാകുന്ന ഒരു സമയം എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ലൈഫിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത്, ആഗ്രഹിച്ച രീതിയിൽ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്തിടയ്ക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സഫലമാകുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ജീവിതത്തിൻ്റെ പ്ലഷേഴ്സ് എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫീലിംഗ് ആണ് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും എല്ലാത്തിനും. കാരണം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ വളരെയധികം ദൈവത്തിന് നന്ദി പറയുന്നു, പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു, ചുറ്റുപാടുമുള്ള ആളുകളോടൊക്കെ നല്ല നന്ദി പറയുന്നു, സ്നേഹം കാരുണ്യമൊക്കെ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണ് ചുരുക്കി പറഞ്ഞത്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുമല്ലോ, ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ആരെന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു ഉദാര മനസ്കനായ ഒരു രാജാവിൻ്റെ ഫീലിംഗ് ആണ് നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ചുറ്റുപാടും അല്ല എല്ലാത്തിനെയും എന്തിനേയും സ്നേഹിക്കാനായിട്ട് തോന്നും. ആ ഒരു എനർജിയാണ്. അപ്പോൾ പക്ഷേ നമ്മൾ കുറച്ചും കൂടി സ്മാർട്ടായിട്ട്, ഇൻ്റലിജൻ്റായിട്ട്, വിജിലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം പറയാനുള്ളത്, സമ്മാനങ്ങൾ, ഗിഫ്റ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ വിലപിടിപ്പുള്ള ഒത്തിരി പ്രഷ്യസ് ആയിട്ടുള്ളതെന്ന് നമുക്ക് പറയാം, വിലമതിക്കാനാവാത്ത സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ. അല്ലെങ്കിൽ എന്തെങ്കിലും വെഡിങ് ആനിവേഴ്സറി, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നത് കൊണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ക്വീൻ ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ വളരെ അധികം പാഷനേറ്റ് ആണ്. അപ്പം എന്തെങ്കിലും നിങ്ങളുടെ പാഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ക്രിയേറ്റിവിറ്റിയും സർഗാത്മകമായിട്ടുള്ള കലാപരമായിട്ടുള്ള കഴിവുകൾ അതിൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു ജീവിതത്തിൽ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പല കാര്യങ്ങളും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം പല കാര്യങ്ങളും നിങ്ങൾ ഓപ്പൺലി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത്, അതായത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആരോടും തുറന്ന് സംസാരിക്കാത്തതൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നു എന്നുള്ളത്. കാരണം നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ മാറിക്കിട്ടുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് എയ്സ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ്. അപ്പോൾ എയ്സ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന്, അതായത് പ്രണയം സാക്ഷാത്കരിക്കുന്നതാവാം. അപ്പോൾ പ്രണയത്തിലായിട്ടുള്ളവരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ ഒരു പ്രണയം വിവാഹത്തിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതൊരു എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയിട്ടുള്ളൊരു വിവാഹമാകാം. അല്ലെങ്കിൽ മനസ്സിൽ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ പ്രപ്പോസ് ചെയ്യുന്നു, ആ വ്യക്തി അത് അക്സെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനും ആകാം സൂചിപ്പിക്കുന്നത്. വിവാഹ കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ പലരെയും സംബന്ധിച്ച് സെൽഫ് ലവ് കാണിക്കുന്നുണ്ട്. കാരണം പലരും സ്വയം സ്നേഹിക്കാൻ മടിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്യും പക്ഷെ സ്വന്തം കാര്യം നോക്കുന്നില്ല എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഒരു സെൽഫ് ലവ് ഇവിടെ കാണിക്കുന്നുണ്ട്, ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ 9 ഓഫ് വോൺസ് എനർജിയാണ്. അപ്പോൾ ഇവിടെയും കൂടുതലായിട്ടൊരു സെൽഫ് ലവ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു. കാരണം പൊതുവേ മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ്. നിങ്ങൾ കുറച്ചുകൂടി സ്വന്തം ഇഷ്ടങ്ങൾ, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകിത്തീരാതെ ഒരു സെൽഫ് ലവിലേക്ക് കൂടി പോകുന്നു. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, നിങ്ങളെയും സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നു, മറ്റുള്ളവരാരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നില്ലാതെ വരുമ്പോൾ നിങ്ങളുടെ ഒരു ബൗണ്ടറി അതിൽ ട്രാപ്ഡ് ആയിട്ടിരുന്നൊരു വ്യക്തിയായിരിക്കാം, പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നു. നിങ്ങളെക്കുറിച്ച് തന്നെ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കണക്ഷൻസ് ആണ് അത് നിങ്ങളിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.